വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗോഡ് ബ്ലെസ് യു ആൻഡ് എസ്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര പോകാൻ ഇറങ്ങുവാണ്. ഇന്ന് ഏപ്രിൽ 28 എൻ്റെ ബർത്ത്ഡേ ദിവസവുമാണ്. അപ്പോൾ 7 മണിക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഞാനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ച് ബൈക്കൊക്കെ ഇറക്കി ബാക്കി വിശേഷം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നമുക്ക് കാണാം. നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് പോവുക. ബാക്കി അവിടെ ചെന്നിട്ടാണ് ഫുൾ ടാങ്ക്. ഞാൻ യാത്ര പോവാ. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയായിരുന്നു. നിങ്ങളെല്ലാരും കാണുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിയെല്ലാം എടുക്കുവാണോ? എല്ലാരെയും കണ്ടോണ്ടിരിക്കോ? പോകുന്ന വഴിയെല്ലാം ക്യാമറ എടുക്കുവാണോ? പിന്നെ പോട്ടെ പോട്ടെ. ഫുൾ ടാങ്ക് ഒന്നും അടിഞ്ഞിട്ടില്ല വണ്ടിയിൽ. വേറെ വിടുക. മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി കഴിക്കാനായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേറെ അപ്പുറത്ത് ഉണ്ട്. അവിടെയും ചെയ്യുന്നു. ലാസ്റ്റൊക്കെ പണി ഞാൻ ചെയ്തത് രണ്ടും ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഇതും ചെയ്യുന്നത് ഇവിടെ യൂട്യൂബ് ദർശനമാണ്. ഹരിപ്പാട് ഞാൻ പോകുന്നതിന് മുന്നേ ഒരു മൈക്ക് മേടിച്ചായിരുന്നു. യൂട്യൂബിൽ ഇതിനകത്ത് നമ്മൾ ഇവിടെ ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയായിരുന്നു. ജസ്റ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി.
നമ്മളിത് ഹരിപ്പാട് റോഡ് കയറി അവിടെ നിന്ന് അത് എൻ്റെ കൂടെ ഇങ്ങനെ നിർത്തിയതാണ്. ഇത് പതുക്കെ വിട്ടേ പോകത്തുള്ളൂ. റോഡ് പണി നടക്കുന്നതിൻ്റെതായത് ഇങ്ങനെ നമ്മളിത് അപ്പം തോട്ടപ്പള്ളി കഴിഞ്ഞു. അത് കണ്ടില്ല റോഡ് പണിയുടെ ഒക്കെ ഏതുണ്ടാവും. എനിക്ക് നിർത്തിയ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഓട്ടത്തിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിർത്തിയ പതുക്കെ ഓരോ കാണിച്ച് നമുക്ക് നിർത്തി വീഡിയോ എടുത്തേ പോകത്തുള്ളൂ. കണ്ടിന്യൂസ് ഓടിക്കുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും അങ്ങനെ എടുക്കാൻ പറ്റാത്തത്. ഇനി അത് കറക്റ്റാക്കി അതിൻ്റേതായ സെറ്റപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈഡ് ബാഗ് നമ്മളിത് ഇവിടെ ആലപ്പുഴ ബൈപ്പാസിന് മുന്നേ ഉള്ള റോഡ് എത്തി. ഇതാണ് വീട്ടിനുള്ളിൽ ബൈപ്പാസ് എത്തുന്നത്. അപ്പോൾ റോഡ് പണിയുടെ ഇത് ആറുവരിപ്പാതയുടെ ആറുവരിപ്പാത നമ്മളതിനകത്ത് നിൽക്കുക. നമ്മളിത് ആലപ്പുഴ ബൈപ്പാസ് എത്തി. ബൈപ്പാസ് അഥവാത് നമ്മൾ ബൈപ്പാസിൽ കയറി. ബൈപ്പാസിൽ താഴെ കണ്ട ബൈപ്പാസ് റോഡ്. ഇവിടെ ഒരുപാട് നേരം നിർത്താൻ പറ്റത്തില്ല. നമ്മൾ പോകും. അതുകൊണ്ട് കപ്പൽ അതുകൊണ്ടാകുന്നുണ്ട് ബോട്ട് കിടക്കുന്നത്. ആലപ്പുഴ ബീച്ചായി താഴെ കാണുന്നത്. നമുക്ക് ആലപ്പുഴ ബീച്ചിൻ്റെ മുകളിൽ ബൈപ്പാസിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ദിവസം നമ്മളിപ്പോൾ ചേർത്തലയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് കുറേ ഓടുക. ഒരു ബേക്കറിയിൽ എത്തി. അവിടെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് മേടിക്കാൻ വെച്ചാൽ നമ്മളൊരു ബേക്കറിയിലെത്തി. അവിടെ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ വെച്ച് നോക്കുക എന്തോ പറ്റിയെന്നുള്ളത്. നമ്മളിത് കട്ട്ലേറ്റും പിന്നെ ഒരു ബൂസ്റ്റ് ഒക്കെ പാലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് കട്ട്ലേറ്റ് പിന്നെ വണ്ടി അവിടെ കാപ്പി വന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കട്ട്ലേറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. വണ്ടി കഴിഞ്ഞ് എടുക്കാൻ പോകും. പാലം മേളിൽ പാലം പണി നടക്കുന്നുണ്ട്. നമ്മളിത് ആ മറ്റേ വഴിയെല്ലാം കഴിഞ്ഞു. റോഡ് പണി നടക്കുന്ന വഴിയെല്ലാം കഴിഞ്ഞിട്ട് എറണാകുളം റോഡിലോട്ട് കയറുക. പാലം കയറാൻ പോവാണ്. എന്താ നമ്മളിത് ടോള് എത്തി. എറണാകുളം ടോളിലാണ് നമ്മളിത് ഇതുവഴി പോകുന്നത്. നിർത്തിയതാണ്. ഇച്ചിരി വെള്ളം കുടിക്കുക. കണ്ടിട്ടാ എറണാകുളം ആദ്യത്തെ ബിൽഡിങ്. പക്ഷേ താമസിക്കാനോ അല്ലാതെ ഒന്നിനും പറ്റിയിട്ടില്ല. എൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ ആണ്. ഇപ്പോഴേ 11:30 സമയം. നമ്മളിപ്പോൾ ഈ 3 മണിക്കൂർ നമുക്ക് പോകേണ്ട ഓട്ടമുണ്ട്. നോർത്ത് വെസ്റ്റിലാണ് നമ്മൾ നിർത്തിയാണ് പോയിരുന്നത്. ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയായിരുന്നു. അതാ ഇത്ര താമസിച്ചത്. ഇവിടെ ഇപ്പോൾ വെയിലായി. ഈ വണ്ടി ഇവിടുന്ന് വിടാൻ പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നമുക്ക് 3 മണിക്കൂർ 29 മിനിറ്റുള്ള ഓട്ടമുണ്ട്. ഇപ്പോൾ ഒരു തണലുണ്ട്, അങ്ങനെ നിർത്തിയത്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ കരിക്കുണ്ട്. ഈ റൂട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. മിനിറ്റ് ഓട്ടമുണ്ട്.
വണ്ടി ഒന്ന് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ നമ്മൾ ഹൈവേയിലാണ്. ഇപ്പം ഇവിടെ അല്ലാതെ റോഡിലോട്ട് വണ്ടി കയറ്റി നല്ല വെയിലുണ്ട്. വണ്ടി ഒന്ന് കഴിക്കാൻ വേണ്ടി നിർത്തി. നമ്മളപ്പോഴത് ഇവിടെ കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടിനി കാണും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമായിട്ടല്ല 2 മിഠായി ഒക്കെ മേടിച്ചായിരുന്നു. മിഠായി കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോൾ അതേ പോവാ. അത് മുന്നോട്ട് നല്ല വെയിലുണ്ട്. ഇവിടെ ഇരുന്ന് നമ്മൾ കഴിച്ചത്. ഇതെല്ലാം തിരിച്ച് വണ്ടിയിലോട്ട് കയറ്റി ഫോൺ ചാർജിങ് ഇട്ടിരിക്കുക. മറ്റേത് ഓപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇട്ട് നമുക്ക് പോവാം. പിന്നെ ഞാൻ ഈ ക്യാമറ അല്ലാതെ ഫിറ്റ് ചെയ്ത് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്ത് വെച്ച് വീഡിയോ എടുക്കാത്തത്. ഞാൻ പോലീസ് ഉണ്ട്, അപ്പം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചായിരുന്നു ഈ നിയമത്തിൻ്റെ ഇതേ. അപ്പം നമ്മൾ ക്യാമറയും വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എങ്ങാനും ഇനി കൈ കാണിച്ചാൽ അവർ ഫൈൻ അടിക്കും, അങ്ങനെ ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതാ പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്തത് അതിനകത്ത്. ഇത് പിന്നെ ഇങ്ങനെ ഹെൽമെറ്റിൽ ഇങ്ങനെ വെച്ചേക്കുക, അങ്ങനെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യഘട്ടം എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് വെക്കാം, അല്ലാതെ കണ്ടിന്യൂസ് അതിലെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനിങ്ങനെ നിർത്തി എനിക്ക് എടുക്കാനും വീഡിയോ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. തുടക്കമൊക്കെ ആയതുകൊണ്ട് ഇനി പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇനി എങ്ങനെയൊക്കെ കണ്ടിന്യൂസ് വീഡിയോ എടുക്കുന്നതൊക്കെ പഠിച്ച് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ അടുത്ത ടോളെത്തി. തൃശ്ശൂരൊക്കെ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാൻ എനിക്കറിഞ്ഞില്ല. ഇങ്ങനെ പോകാനേ അറിയത്തില്ല സ്ഥലം. നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇറങ്ങട്ടെയാണ് വണ്ടിയിൽ. കഴിച്ചതിന് ശേഷം പിന്നെ ഇറങ്ങിയില്ല. വണ്ടിയിൽ ഇപ്പം എങ്ങനെയാ ടോളെത്തി. നമുക്കൊന്ന് നിന്നിട്ട് കയറാം. ഒന്ന് നിർത്തിയതാ ജസ്റ്റേ. നല്ല വെയിലുണ്ട്, ആ വണ്ടി എടുക്കട്ടെ. ഇനി നമ്മളിപ്പോൾ അങ്ങനെ കൊടുങ്ങല്ലൂരെത്തി. ഒരു മരത്തിൻ്റെ തണലിൽ വന്ന് നിന്നതാ. കൊടുങ്ങല്ലൂരായി. ഇനി മോരും വെള്ളം വല്ലതും കിട്ടുമെന്നൊന്ന് നോക്കാമെന്ന് വെച്ച് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. മോരും വെള്ളം വല്ലതും കൊണ്ടുവന്നു. ഈ മോരും വെള്ളം കുടിച്ചായിരുന്നേ ഉഷാറായ. ഇതേപോലെയുള്ള മരം ഇപ്പം അങ്ങനെ എവിടെ ഇല്ലല്ലോ. റോഡ് പണി കാരണം എല്ലായിടവും മുറിച്ച് മൊത്തം വെയിലും എല്ലാം ഭയങ്കര, അതുകൊണ്ട് ചൂടുമൊക്കെ അല്ലേ. ഒരു തണൽ കിട്ടിയപ്പോൾ ഒന്ന് നിർത്തിയതല്ലേ. നമ്മൾ അവിടെ നിന്ന് വെച്ചിട്ട് മുന്നോട്ട് നീങ്ങേണ്ടത്. നല്ല പച്ചപ്പുണ്ട് ഈ ഒരു സൈഡിൽ. ഇച്ചിരി കാറ്റുണ്ട്, ഇളം കാറ്റുണ്ട്. ഇപ്പോൾ സമയം 1:30 ആയി. ഇവിടെ നല്ല തണുപ്പ് കാറ്റ്. നമ്മളിപ്പോൾ ദേ വേറൊരു റൂട്ട് കയറി വന്നിരിക്കുകയാണ്. കുമ്പളങ്ങാട് റോഡ് റൂട്ടായിട്ട്. ഇപ്പോൾ 1:45, 2 മണിയാവുന്നു. ഇതുവരെയും ഭക്ഷണമൊന്നും കഴിച്ചില്ല. നമ്മൾ എവിടെയെങ്കിലും ഹോട്ടൽ നോക്കി കഴിക്കണം എന്തെങ്കിലും. നമ്മളിപ്പോൾ ഒരു 2 സൈഡിലും കാട് പോലുള്ള ഏരിയ കൂടെ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. രണ്ട് സൈഡിലും ഇതേപോലെ ഇടയ്ക്കെങ്കിലും ഇച്ചിരി തണലുള്ളത് കൊണ്ട് ആശ്വാസമുണ്ട്. നമ്മുടെ വണ്ടി 2 സൈഡും ഇങ്ങനെ മൊത്തം പച്ചപ്പും കാര്യങ്ങളൊക്കെ, നല്ല രസമുണ്ട് സൗണ്ടും എല്ലാം.
ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി പോകുന്നുള്ളൂ, കണ്ടിന്യൂസ് വണ്ടി ഇങ്ങനെ പോകുന്നു. ഇച്ചിരി തിരക്ക് കുറവുള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് ഓടിച്ച് പോകാം. മറ്റേത് ചവിട്ടി ഞാൻ രാവിലെ ഇറങ്ങിയില്ലേ, വെളുപ്പിനെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇതുവരെ ഇച്ചിരി കൂടെ ഉള്ളിലോട്ട് വന്നു. ഇവിടെ മറ്റേ രണ്ട് സൈഡും കണ്ട, രണ്ട് സൈഡും കാട്. ഇനി നമുക്ക് പോകാനുണ്ട്. ഭക്ഷണം കഴിക്കാൻ കട നോക്കിയിടം മുതൽ ഒരു കട പോലും ഇല്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറും. അപ്പം കട എവിടെ ഇല്ല. ഇനി ഇച്ചിരി കൂടെ പോകണം, പോയിട്ട് കിട്ടത്തുള്ളൂ. അവിടെ നിന്ന് നീങ്ങി ഇപ്പം വേറെ സ്ഥലത്തോട്ട് വന്ന് അവിടെ രണ്ട് സൈഡ് പാടം, അങ്ങ് മലയും പാടം. ഈ വെയിൽ കാരണം എല്ലാം കണ്ടത് മൊത്തം ഉണങ്ങി, പച്ചപ്പൊന്നുമില്ല. ഇടയ്ക്ക് ഈ ഒരു മരത്തിൻ്റെ ആ തണലുള്ളത് മാത്രമേ ഉള്ളൂ കുറച്ച്. ബാക്കിയെല്ലാം അങ്ങോട്ട് ഉണങ്ങി നിൽക്കുക. കണ്ട അത്രയും വലിയ ചൂടാകും ഇവിടെ. പക്ഷേ ഇപ്പം കാറ്റുണ്ട്, ചൂട് കാറ്റായി അടിക്കുന്നത്. ഇപ്പം തണുപ്പില്ല, ചൂട് കാറ്റടിക്കും. വീട്ടിൽ നിന്ന് വെളുത്തിറങ്ങിയ ഞാനിപ്പോൾ പൂവൊക്കെ കറുത്ത്, എന്താ വെയിൽ കൊണ്ടേ യാത്രയൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെയാ. പൂവൊക്കെ വെയിൽ കൊണ്ട് നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഫോറസ്റ്റ് അവിടെ എഴുതി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു, ബോർഡുണ്ടായിരുന്നു. അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ശരി ഇവിടെ മുന്നോട്ട് വന്നു. പിന്നെ ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. അവിടെ നിർത്തി ചോദിച്ച് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് അവിടെ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തോ ആയിരുന്നു, ബ്രെഡ് പൊരിച്ചത് എന്തോ ഉണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഇനി മുന്നോട്ട് പോവാം. അവിടെ എന്തെങ്കിലും കാണും. ഇനി അവസാനം നമുക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ബിരിയാണിയും ചപ്പാത്തി എന്താണ്ടൊക്കെ ഉണ്ട്. നോക്കട്ടെ, കയറി നോക്കാം. ഞാൻ ചോദിച്ചപ്പോൾ അത് അകത്തോട്ട് കയറി. നമ്മുടെ ഭക്ഷണം വന്നു, കഴിക്കാൻ പോകും. കഴിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിലോട്ട് ഒന്ന് കയറി. നല്ല ഭക്ഷണമായിരുന്നു. കഴിച്ച് അതിലായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങുക. ഡെസ്റ്റിനേഷനായ നമ്മുടെ മലപ്പുറം പാണ്ടിക്കാട് നമ്മൾ എത്താറായി. ഇനി 16 മിനിറ്റ് കൂടെയുള്ള ഓട്ടമേ ഉള്ളൂ. ഇന്ന് പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് നാളെ വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. നമ്മളിനി കുറച്ച് ദിവസം ഇവിടെ കാണും. നമ്മളിവിടുന്ന് കുറേ സ്ഥലങ്ങളൊക്കെ ഇനി പോകാനുണ്ട്. വെയിലടിക്കുന്നുണ്ട് മുഖത്തെ, വെയിലടിക്കുന്ന കാരണം ഭയങ്കര ഇത്. ഇനി 16 മിനിറ്റത്തെ ഓട്ടമേ ഉള്ളൂ. 4:05 നമ്മളെത്തും. നമ്മളിപ്പം വീട്ടിൽ നിന്ന് നമ്മൾ 6:30 കഴിഞ്ഞ് ഇറങ്ങിയതാണ് അവിടുന്ന്. അപ്പോൾ ഇപ്പം ഏകദേശം 10 മണിക്കൂറായി നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പം സമയം 3:50. നമ്മൾ വളാഞ്ചേരി നിലമ്പൂർ റോഡ്, 10 കിലോമീറ്റർ. പെരിന്തൽമണ്ണ റോഡ് 16 മിനിറ്റ്. ഗുരുവായൂർ ദേവസ്വം പൂന്താനം ഇല്ല. സന്ദർശന സമയം 10 to 1:5. ഇതുണ്ട് നമ്മൾ പോകുന്ന റൂട്ടായത്. നല്ല പച്ചപ്പും ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ വാഴ. നമ്മൾ നേരത്തെ മോര് കുടിക്കാൻ എടുത്ത് കറക്റ്റ് കിട്ടിയില്ലായിരുന്നു. ഇപ്പം അതേ ഇവിടെ വേറെ ഒരു കട കിട്ടിയിട്ടുണ്ട്. അവിടെ പറഞ്ഞു, ഞാൻ മോരിന് പറഞ്ഞു. ആ പയ്യനെ ചെയ്തു. കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ട.
അവസാനിപ്പിക്കുക. ഇനി നാളെ വേറെ നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. ഇവിടെ ഞാൻ ആ മോര് കുടിക്കാൻ നിർത്തിയെടുത്ത് അവിടുത്തെ ആ പയ്യൻ എൻ്റെ അടുത്ത് ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പറഞ്ഞു തന്നു, ലൊക്കേഷനും എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ അവിടോട്ടാണ് പോകുന്നത്. അപ്പം ഇന്നിനി ഇവിടെ സ്റ്റേ ആയി, ഇവിടെ റെസ്റ്റ് എടുക്കുക. ഇന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ഇന്ന് ഇത്രയും ടൈം ആയി. ഇനി അടുത്ത വീഡിയോ നാളെ ഉള്ളൂ. ടാറ്റാ. നമ്മൾ എത്തി. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഇവിടെ ഇപ്പോൾ ഇവിടെ തുറന്നില്ല. നാളെ വിളിച്ചിട്ടുണ്ട്, വരും. ഇപ്പം തുറക്കും, അവിടെ വെയിറ്റ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ഇറക്കി റൂമിനകത്തോട്ട് വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവണം.